ബേസിലിന്റെ ആവേശം ടൊവിനോ തൂക്കി. എൻട്രി തൊട്ട് അവസാനം വരെ നമ്മൾ ആരും ചിരിക്കാതിരുന്നിട്ടില്ല. കുറച്ചുകൂടെ ഇതാക്കണമായിരുന്നു. സർപ്രൈസ്, ഒരു ചെറിയൊരു സർപ്രൈസ് ഉണ്ട്, നല്ല റോളുണ്ട്. പടത്തിന്റെ പേര് പോലെ തന്നെ പടം അതിരടിയാണ്. യെസ്, അപ്പോൾ ഇന്നത്തെ സിനിമ ബേസിൽ ജോസഫും ടൊവിനോ തോമസും ആദ്യമായിട്ട് ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയുള്ള ഒരു ക്യാമ്പസ് ആക്ഷൻ കോമഡി മൂവിയാണ് അതിരടി, ഡയറക്റ്റഡ് ബൈ അരുൺ അനിരുദ്ധൻ. അപ്പോൾ കണ്ടിറങ്ങി മുടിച്ചോടെ എങ്ങനെയുണ്ടായിരുന്നു റിവ്യൂ എന്ന് ചോദിച്ചു നോക്കാം. കൂടാതെ വിനീത് ശ്രീനിവാസനും റിയ ഷിബു ഇതിനകത്ത് മെയിൻ റോൾസിൽ എത്തുന്നുണ്ട്. അപ്പോൾ നേരെ അതിരടി റിവ്യൂ. അടിപൊളി മൂവിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, എൻജോയ് ചെയ്യാൻ പറ്റി, കോമഡി ഉണ്ടായിരുന്നു, എല്ലാം ടോട്ടലി ആ ഒരു ക്യാമ്പസ് ഫൺ റൈഡ് തന്നെയാണോ? അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ കോളേജ് കാലഘട്ടം തന്നെയാണ്. എങ്ങനെയാണ്, ഒരു ഇമോഷണൽ ടച്ച് ആണോ? ഫൺ തന്നെയാണ് മോസ്റ്റ്. ഫൺ ആക്ഷൻ ആണ്. ഫുള്ള് ഫണ്ണാണ്. സെക്കൻഡ് ഹാഫിൽ എന്റെ പൊന്നെ രക്ഷയില്ല, അടിപൊളി പടമായിരുന്നു. ഭയങ്കര നല്ലോണം എൻജോയ് ചെയ്ത്, ചിരിക്കാനുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. ഔട്ട് ആൻഡ് ഔട്ട് ഫുൾ ഫണ്ണാണ്. ഫുൾ ഫണ്ണായിരുന്നു. എങ്ങനെ യൂത്തിന് മാത്രം കണക്ട് ആവുന്നതാണോ അതോ? അല്ല, എല്ലാവർക്കും ഉള്ളതാ. ഒരു ഭയങ്കര ഒരു ഔട്ട് ആൻഡ് ഔട്ട് മാസ് ആക്ഷൻ ഒക്കെ പ്രതീക്ഷിച്ചത്. അത്രയ്ക്കില്ല. ടൊവിനോയുടെ പോർഷൻസ് ഒക്കെ നല്ല രസമായിരുന്നു, കൊള്ളായിരുന്നു, കണ്ടിരിക്കാം. എങ്ങനെയാണ് ഒരു ഫുൾ ഓൺ പടം എന്ന് പറയാനുണ്ടോ? ഫുൾ ഓൺ അങ്ങും ഇങ്ങൊക്കെ ചിരിക്കാനുള്ളത് കൊണ്ട്, പിന്നെ ചില ഭാഗങ്ങളിൽ ക്രിഞ്ചുമായിട്ടുണ്ട്. ഇമോഷൻ പാർട്ടൊക്കെ വർക്കായി, അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായിട്ടില്ല അതൊന്നും. മൊത്തത്തിൽ ഒരു വാച്ചബിൾ ഗുഡ് അങ്ങനെ ഒരു ക്യാമ്പസ് ഒരു മലയാളത്തിൽ ഇറങ്ങിയ ഒരു ക്യാമ്പസ് പടങ്ങളുടെ ഒരു വൈബൊക്കെ വെച്ച് ആവേശം വൈബൊക്കെ കിട്ടിയോ? ആവേശം വൈബൊന്നും ഇല്ല ഇതിന്. എന്നാലും നമുക്ക് ഇങ്ങനെ ചുമ്മാ ഒന്ന് കണ്ടിരിക്കാവുന്ന ഒരു സംഭവമുള്ളൂ. കിടിലം പടമാണ്. മീൻസ് കണ്ടിരിക്കാൻ പറ്റിയ കിടിലം മൂവി, മസ്റ്റ് വാച്ച് ആണ്. മീൻസ് ഇത് നേരത്തെ തന്നെ അഡ്വാൻസ് വെച്ചുകൊണ്ട് അത് മനസ്സിലാക്കി തന്നെയാണ് അവർ വെച്ചത്. കുറെ സർപ്രൈസ് ഒക്കെ അങ്ങനെ കുറെ സർപ്രൈസ് ഉണ്ട്, കുറച്ച് ക്യാമിയോസ് ഒക്കെ ഉണ്ട്. നല്ല രസമാണ് കണ്ടോണ്ടിരിക്കാൻ. ഫുൾ ആൻഡ് ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഫൺ എന്ന് പറയാനുണ്ട് ഒരു ക്യാമ്പസ് വൈബിൽ. പിന്നെ എല്ലാം ഉണ്ട്. മീൻസ് ഇപ്പൊ ക്യാമ്പസ് രീതിയിലാണെങ്കിലും ഒരു ഫെസ്റ്റ് നടത്തുന്നതിന്റെ ആ ഒരു രീതി നല്ല രസമുണ്ട്. നല്ല രസം. ഒരു ഫൺ പാർട്ടൊക്കെ വർക്കായോ? ഫൺ പാർട്ട് നല്ല രീതിയിൽ വർക്കായി. മീൻസ് കൊണ്ടുവന്ന ആൾക്കാരും അതേ നല്ല രീതിയിൽ പ്ലേസ് ചെയ്തു. എന്ത് പ്രതീക്ഷ വരണം? എല്ലാവരും ഒരു മാസ് ആക്ഷൻ ആണ് പ്രതീക്ഷിച്ചിരുന്നത്. ഒരു കോളേജ് വൈബ് വർക്കാവും. അങ്ങനെയാണോ? കൊള്ളാം, നല്ല പടമാണ്. സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്ക് പടം നല്ല രീതിയിൽ മൂവ് ചെയ്യും, നല്ല റെസ്പോൺസ് കാണും. ആ ഫണ്ണൊക്കെ വർക്കായോ? വർക്കായി. ടോട്ടലി എങ്ങനെയുണ്ട് മേക്കിംഗ് ഒക്കെ? ടൊവിനോയും ബേസിലും ഒക്കെ വന്നപ്പോൾ ഒരു ടൊവിനോ ആണ് ഇതിനകത്ത് കുറച്ചും കൂടെ ഇതായിട്ട് നിൽക്കുന്നത്. ടൊവിനോ ഒരു ഡിഫറെന്റ് ക്യാരക്ടറാണ്. ഓക്കെ, അത് നമ്മൾ വിചാരിച്ച ഈ ലെവൽ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും കുറച്ചുകൂടെ ഇതാക്കണമായിരുന്നു, കുറച്ചും കൂടെ എന്നാൽ അത്യാവശ്യം അവർ വർക്കായി. ഇപ്പോൾ ബേസിലായാലും ടൊവിനായാലും അവർ ഈഗോ ക്ലാഷ് അത്യാവശ്യം വർക്ക് ആവുന്നുണ്ട്. ഫൈറ്റ് സീക്വൻസ് ഒക്കെ പോകുന്നുണ്ട്, പിന്നെ ക്യാമിയോസ് ഒക്കെ ക്ലിയറായിട്ട് എടുക്കുന്നുണ്ട്. സർപ്രൈസ് ഒക്കെ സർപ്രൈസ് ഉണ്ട്, നല്ല ഈ സർപ്രൈസ് ഉണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ് ഒക്കെ ഒരു വൈബായിട്ട് ഒരു റോളർ കോസ്റ്ററൊക്കെ കൊണ്ടുപോകണം. കോമഡി വർക്കാവുന്നു, ഫണ്ണൊക്കെ വർക്കാവുന്നു. എന്നാൽ ഇപ്പൊ ഈ ഒരു ഇതിന്റെ കൂടെ പോകുമ്പോൾ ചെറുതായിട്ടൊന്ന് മുങ്ങി പോകുന്നുണ്ട്. പിന്നെ നാളെ എന്തായാലും കറുപ്പ് വരുന്നുണ്ട്. നോക്കാം. ഓക്കെ, ഒരു ആവറേജ് സാധനമാണ്. ഫണ്ണൊക്കെ വർക്കായോ ബ്രോ? കുഴപ്പമില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിരിക്കാനുണ്ട്. ഫസ്റ്റ് കുറച്ച് നല്ല കോമഡിയാണ് പടം, പിന്നെ ബാക്കി ഇമോഷനൊക്കെ പോരാ. ഫസ്റ്റ് ഒരു 5 മിനിറ്റിൽ നമുക്ക് നല്ലൊരു ഇമോഷൻ സീനുണ്ട്. മാസ് ആക്ഷൻ പരിപാടി പിടിച്ചിട്ടുണ്ട്. ആക്ഷൻ പരിപാടിയും പോരാ. ടൊവിനോയുടെ ക്യാരക്ടറും ടൊവിനോ തൂക്കി. ടൊവിനോ ആയിരുന്നു അടിപൊളി. ഫൺ എലമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അടിപൊളി പടം. എന്താണ് നമ്മൾ ഇതുവരെ കണ്ട ക്യാമ്പസിൽ ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് എങ്ങനെ പറയാനുണ്ടോ? വെറൈറ്റി ആയിട്ട് തോന്നി. ചിലടത്ത് നടക്കുന്നുണ്ടായിരിക്കും, പക്ഷെ നമുക്ക് അങ്ങനെ അറിയത്തില്ല. കിടിലം പടം. പിന്നെ ടൊവിനോയും ബേസിലും എല്ലാം കൊള്ളാം, നല്ല സൂപ്പറായിട്ട്. സർപ്രൈസ് ഒക്കെ വെച്ചിട്ടുണ്ടോ? സർപ്രൈസ്, ഒരു ചെറിയൊരു സർപ്രൈസ് ഉണ്ട്, നല്ല റോളുണ്ട്. ഒരു കൊളുത്താൻ ചാൻസ് ഉണ്ട്. ക്യാമ്പസ് വൈബാ. പിന്നെ ഒരു ഇതാവോ നാളെ കറുപ്പിറങ്ങുമ്പോ അതിനൊപ്പം പിടിച്ചിരിക്കും? ആ പടത്തിന് അപേക്ഷിച്ചിരിക്കും, പക്ഷേ ഇത് നല്ല സ്കോർ ചെയ്യും. ഈ പടം നല്ല സ്കോർ ചെയ്യും. ആളുകളുണ്ട്, ചിരിക്കാനുണ്ട്, ഇഷ്ടംപോലെ അടിപൊളി പടം, സൂപ്പർ പടം. ഈ യൂത്തിന് മാത്രം വർക്കാവുന്നതാണോ? എല്ലാവർക്കും വർക്കാവും. അടിപൊളി പടം. എങ്ങനെ ഉണ്ടായിരുന്നു അതിരടി? പൊളി പടം, അടിപൊളിയായിട്ടാണ്. കിടിലം പടമാണ്, പൊളിച്ചടിയിട്ടുണ്ട്. നമ്മള് ഫുൾ പ്രതീക്ഷ ഒരു ക്യാമ്പസ് ഔട്ട് ആൻഡ് ഔട്ട് ഫുൾ ഓൺ എന്റർടൈനർ ആണോ? കിടിലം എന്റർടൈനർ ആണ്. ഈഗോ ക്ലാഷ് ആണ് തീം. മൊത്തത്തിൽ ടൊവിനായാലും ബേസിലായാലും എല്ലാവരും പൊളിച്ചിറക്കിയിട്ടുണ്ട്. മാസ് ആക്ഷൻ പരിപാടിയാണോ കൂടുതൽ? കോമഡി ആക്ഷൻ പടമാണ്. ഒരു ഈഗോ ക്ലാഷ് ആണ് പടം. മൊത്തത്തിൽ പൊളിയായിട്ടുണ്ട്. കൊളുത്താനുള്ള ഉണ്ടോ തിയേറ്ററിൽ? തിയേറ്ററിൽ കൊടുത്തിട്ടുണ്ട്. നല്ല നമുക്ക് ചിരിക്കാൻ ഒത്തിരി ഉണ്ട്. സെക്കൻഡ് ഹാഫ് ഒക്കെ മൊത്തത്തിലൊരു ക്യാമ്പസ് ഫൺ റൈഡാണ് പടം. യൂത്തിന്റെ ജെൻസി വൈബിലോട്ട് ജെൻസി ആണ്, കുറച്ച് ജെൻസി വൈബാണ് കുറച്ചുകൂടെ. അതിന് ഒരു ഫോഴ്സ് ആയിട്ട് ഉള്ളതുണ്ടെങ്കിൽ പോലും അടിപൊളിയായിട്ട്
എടുത്തിട്ടുണ്ട് പടം. ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ബേസിൽ ജോസഫിന്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ ആണല്ലേ, അപ്പൊ അതിൽ കിടക്കുമായിരുന്നു. കാരണം ഫസ്റ്റ് പടം തന്നെ അത്ര ഹിറ്റ് ആവുക നല്ല രീതിയിലല്ലേ. ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഒരു തിയേറ്ററിൽ വർക്ക് ആവാനുള്ള ഒരു മെറ്റീരിയൽ ഉണ്ടോ? കാരണം നമ്മൾ ആ ഫസ്റ്റ് എൻട്രി തൊട്ട് അവസാനം വരെ നമ്മൾ ആരും ചിരിക്കാതിരുന്നിട്ടില്ല. എല്ലാരും എല്ലാ സീൻസിലും നല്ല രീതിയിൽ ചിരിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും എല്ലാരും മസ്റ്റ് ആയിട്ട് ഫൺ റൈഡ് തന്നെയാണ്. ഫൺ റൈഡ് തന്നെയാണ്. എല്ലാരും പേപ്പർ അടങ്ങാണ്. ഓക്കെ, ഔട്ട് ആൻഡ് ഔട്ട് മാസ് ആക്ഷൻ പരിപാടിയാണോ അതോ ഫൺ കോമഡി ഇമോഷൻ ആണോ? ഇല്ല, ഒരു എന്റർടൈനർ. മലയാളത്തിൽ വന്നിട്ടുള്ള നമുക്ക് കണ്ടുകൊണ്ടിരുന്ന നല്ല നമുക്കിരുന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു പടമാണ്. ടോട്ടൽ പടം നല്ലൊരു എൻ്റർടൈനറാണ്. ടൊവിനോയും ബേസിലും എല്ലാവരും കൂടെ തകർത്തൊരു പടമാണ്. പടത്തിൻ്റെ പേര് പോലെ തന്നെ പടം അതിരടിയാണ്. ഓക്കെ, ഇനിയിപ്പം വരും ദിവസങ്ങളെല്ലാം തിയേറ്റർ ഹൗസ്ഫുൾ ആവും എന്നുള്ളത് യാതൊരു തർക്കമില്ല. ഓക്കെ, കൊള്ളത്തില്ല, പിള്ളേരുടെ പടമാണ്. ഒന്നുമല്ല, നമ്മൾ ആവേശമൊക്കെ കണ്ട് ആ ഒരു പിന്നെ മൂഡിലൊക്കെ പടം കണ്ട് ഇത്രയും പ്രേക്ഷകർ മാറിയ പടങ്ങൾക്കൊക്കെ ഇത് കണക്കത്തെ പടങ്ങൾ പോസിറ്റീവായിട്ട് പറയാൻ എന്തുണ്ട്? പോസിറ്റീവായിട്ട് പറയാം, ഒന്ന് രണ്ടിടത്തൊക്കെ ഒരു ചെറിയൊരു ചിരി ഉണ്ടായിരുന്നു, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ടൊവിനൊന്നും ഇത് ഈ പടത്തിനകത്തൊന്നും ഒരു ആവശ്യമില്ല. ടൊവിനൊക്കെ വെറും, അതായത് തോട്ടക്കുട്ടൻ അതിൻ്റെ അകത്ത് ക്യാരക്ടർ, തോട്ടക്കുട്ടനെ വെറും പട്ടിയാക്കി കളഞ്ഞു ആ ഒരു രീതിയിൽ. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ എന്ന് പറഞ്ഞാൽ തിയേറ്ററിനകത്ത് ഇരിക്കാൻ ഇപ്പോഴും കിടന്ന് നെഞ്ച് കിടന്നിടിക്കുക. ഇവന്മാർ കുറേ ബാസും ട്രബിളും എല്ലാം കൂടെ കയറ്റി മനുഷ്യൻ്റെ നെഞ്ചിൽ ഇപ്പോൾ ഒരു സമാധാനമായിട്ട് ഇപ്പോഴത്തെ പടങ്ങൾ വന്ന് കാണാൻ പറ്റും. 2026 മലയാള സിനിമയുടെ മഹാമോശം സമയമാണ്. വേറും താല്ലിപ്പൊളി പടം ഡെലൂലു എന്നും പറഞ്ഞൊരു ഇതാണക്കത്തെ ക്രിഞ്ച്. മറ്റേ സിനിമയ്ക്കകത്ത് ക്രിഞ്ച് അടിപ്പിച്ച് കൊന്നതുപോലെ തന്നെ ഈ പടത്തിനകത്ത് അധികമില്ല. പാട്ടൊക്കെ ബേസിൽ ജോസഫിനെ കൊണ്ട് പറ്റുന്നതല്ല. ഒന്നുമില്ല, ഇമോഷണലായിട്ട് നമ്മൾ ആ പടത്തിനകത്ത് ഇന്നാവേ അവരൊരു പരിപാടി നടത്തുന്നില്ല. മലർവാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൽ ലാസ്റ്റ് വന്നില്ല, ഗാനമേള നടത്തി അങ്ങ് ഭയങ്കര ബേസിലിന്റെ ആവേശം, ബേസിലിന്റെ ആ പൊന്മാനൊക്കെ കണ്ടിട്ടുള്ള ആ ഇഷ്ടം കൂടെ. ഓക്കെ.